നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം എത്തി നിൽക്കുന്നത് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. കല്ലൂർ തലൈ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം. കല്ലുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുക. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 2 പാറകൾക്കിടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മുഴുവൻ പാറയാണ്, അതിന്റെ നടുവിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ പാറപ്പുറത്ത് ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് വിശ്വാസം. അതിമനോഹരമായ ഒരു ക്ഷേത്രമാണിത്. ശ്രീകൃഷ്ണ ഭക്തിയുടെ ആ മാധുര്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ അതിമനോഹരമായ ക്ഷേത്രത്തെ കുറിച്ച് ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹത്തോടുകൂടി നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. തൃശൂർ ജില്ലയിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കല്ലൂർ തലൈ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം അഥവാ കല്ലുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പാറകൾക്കിടയിലുള്ള ഈ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന വടക്കുവശം ഒഴിച്ച് ബാക്കി 3 ഭാഗവും കൂറ്റൻ പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ക്ഷേത്ര നിർമ്മിതി തികച്ചും നൂതനമാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നുവെന്നും കാലത്തിൻ്റെ ഗതിയിൽ അത് തകർന്നുപോയതാണെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. മുളം കാടുകളാൽ മറയ്ക്കപ്പെട്ട് കിടന്നിരുന്ന ഈ പുണ്യഭൂമി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ വൃത്തിയാക്കിയപ്പോഴാണ് ക്ഷേത്രാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നത്. എന്നാൽ പാറപ്പുറത്ത് ശ്രീകൃഷ്ണ പാദങ്ങൾ പതിഞ്ഞിരിക്കുന്നു എന്നത് പുരാതന കാലം മുതൽക്ക് തന്നെ പ്രശസ്തവുമാണ്. ഭഗവാന്റെ തൃക്കാലുകൾ ഊന്നിയ അഥവാ പതിഞ്ഞ സ്ഥലം കാലൂന്നിയ പാറ എന്നും പിന്നീട് കല്ലുത്തിപ്പാറ എന്നും അറിയപ്പെട്ടു എന്നാണ് സ്ഥലമാഹാത്മ്യം പറയുന്നത്. ഈ ക്ഷേത്രഭൂമിയുടെ ആദ്യത്തെ അവകാശി ഭഗവതിയാണെന്നും ദേവിക്ക് വാത്സല്യത്തോടുകൂടി കളിപ്പിക്കുവാനായിട്ടാണ് ഉണ്ണിക്കണ്ണൻ ഇങ്ങോട്ട് എത്തിച്ചേർന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ദേവി ഒഴികെ മറ്റ് ഉപദേവതമാർ എല്ലാവരും ബാലഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഒരു ശ്രീകോവിലിൽ ശാസ്താവ് ഉണ്ണിഗണപതി, വേറെ ഒരു ശ്രീകോവിലിൽ ബാലമുരുകനും ഇവിടെയുണ്ട്. ഹനുമാൻ സ്വാമിക്ക് പ്രതിഷ്ഠയില്ലെങ്കിലും ഭഗവാന്റെ സങ്കല്പത്തിൽ വിളക്ക് തെളിയിച്ചു വെച്ചിട്ടുമുണ്ട്. അഞ്ജനാതനയനായ മഹാദേവാംശജാതനായ വായുപുത്രനായ ശ്രീരാമഭക്തനായ ബാലഹനുമാൻ ഈ പുണ്യഭൂമിയിൽ മുഴുവനും എപ്പോഴും സാന്നിധ്യം ചെയ്യുന്നുവെന്നും ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെ ആകർഷിക്കുന്നത് ഭഗവാന്റെ കർത്തവ്യമാണെന്നുമൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. എല്ലാ മൂർത്തികളും കിഴക്കോട്ടാണ് ദർശനമരുളുന്നത്. ഈ ക്ഷേത്രത്തിൽ ഒരു സർപ്പക്കാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. പണ്ടുകാലത്ത് രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധത്തിലാണ് ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടത് എന്നും നൂറ്റാണ്ടുകളുടെ പൗരാണികത ക്ഷേത്ര ചൈതന്യത്തിനും ഈ ദിവ്യമായ പാറക്കെട്ടുകൾക്കും ഉണ്ടെന്നും ക്ഷേത്രഭൂമിയുടെ ആധികാരിക രേഖകൾക്ക് തമിഴ് ഭാഷയുടെ സ്വാധീനമുണ്ടെന്നുമൊക്കെ പറയപ്പെടുന്നു. കല്ലൂർ തലൈ എന്ന നാമം അങ്ങനെയാണത്രേ ജനിച്ചത്. ശ്രീകൃഷ്ണ ശ്രീകോവിലിൻ്റെ അധിഷ്ഠാനം പൗരാണികവുമാണ്. ബാക്കി എല്ലാ നിർമ്മിതികളും നൂതനമാണ്. ബാലഗോപാല ഭാവത്തിൽ അതിസുന്ദരമായ തൂമന്തഹാസം പൊഴിച്ചുകൊണ്ട് സാക്ഷാൽ പൊന്നുണ്ണിക്കണ്ണൻ ഈ ക്ഷേത്രത്തിൽ പരിശോഭിക്കുന്നു. പാറപ്പുറത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വലത് തൃപ്പാദമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരടയാളമുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു കയർ വലിച്ചു കൊണ്ടുപോയ അടയാളവുമുണ്ട്. അത് ഇപ്പോൾ മങ്ങിത്തുടങ്ങിയിട്ടുമുണ്ട്. പാദം സുവ്യക്തവുമാണ്. പാൽ ഒലിച്ചുപോയാലുള്ള പോലെയുള്ള ഒരടയാളവും പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എത്രേ. ഗോപാലനായ സാക്ഷാൽ ഭഗവാൻ പശുക്കിടാങ്ങളോടൊത്ത് ഈ പാറപ്പുറത്ത് വന്ന് ശ്രീകൃഷ്ണ ലീലകൾ ആടിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. പാറപ്പുറത്ത് ദർശിച്ച വേറൊരു അത്ഭുതം ഏതു വേനലിലും വറ്റാത്ത കുളമാണ്. കാഴ്ചയ്ക്ക് ചെറുതാണെങ്കിലും ഈ കുളത്തിന് 4 ആൾ താഴ്ചയുണ്ട് എന്ന് പറയപ്പെടുന്നു.
സമുദ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ഈ കുളത്തിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുമെന്നും ഈ കുളം വറ്റിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലായത് എന്നും താഴേക്ക് എത്തുമ്പോൾ ഒരു ഭാഗത്ത് സ്വസ്തി ചിഹ്നമുണ്ടെന്നും കടലിൽ ചാകരയുണ്ടാകുമ്പോൾ മത്സ്യങ്ങളുടെ സാന്നിധ്യം ഈ കുളത്തിൽ ഉണ്ടാകുമെന്നും സമുദ്രവുമായി അത്രമേൽ ബന്ധം ഈ ജലാശയത്തിനുണ്ടെന്നുമൊക്കെ വാമൊഴികൾ പ്രചാരത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിലെ മണിക്കിണറിനും ഒത്തിരി പൗരാണികതയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിലെ ജലവും ഒരിക്കലും വറ്റാറില്ലത്രേ. പാറപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന തീർത്ഥക്കുളവും പാറക്കെട്ടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മണിക്കിണറും ഭഗവാന്റെ തൃപ്പാദമാണെന്ന് വിശ്വസിക്കുന്ന പാറപ്പുറത്തുള്ള അടയാളവുമൊക്കെ ഈ ക്ഷേത്രത്തിലെ വലിയ പ്രത്യേകതകൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിലെ അത്ഭുതമായ ആ തീർത്ഥക്കുളം. ഇവിടെ നിവേദ്യ സമയത്ത് പാറപ്പുറത്തേക്ക് കയറുവാൻ പാടില്ല എന്നൊരു നിഷ്ഠയും അനുവർത്തിച്ചു പോരുന്നുണ്ട്. ഈ പുണ്യഭൂമിയുടെ അവകാശിയായ ഭഗവതി അതീവ മംഗളസ്വരൂപിണിയായി ഈ ക്ഷേത്രത്തിൽ പരിലസിക്കുന്നു. ഏപ്രിൽ ആദ്യത്തെ ഞായറാഴ്ച ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷമായ പൂരമഹോത്സവം അതീവ വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. ഗണപതി ഹോമം, ഉഷപൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, പൂരമെഴുന്നള്ളിപ്പ്, ദീപാരാധന, അത്താഴപൂജ എന്നിവയെല്ലാം നടക്കുന്നു. എല്ലാ മലയാള മാസവും 1-ാം തീയതി പാറപ്പുറത്തുള്ള ശ്രീകൃഷ്ണ പാദത്തിൽ പാദപൂജ ഉണ്ടാവാറുണ്ട്. അന്നദാനവും അന്ന് പതിവുണ്ട്. അഷ്ടമി രോഹിണിയും കലാപരിപാടികൾ ഉൾപ്പെടെ അതീവ വിപുലമായി തന്നെയാണ് ഇവിടെ ആഘോഷിക്കാറുള്ളത്. കർക്കടക മാസാചരണം, ഇല്ലം നിറ, നവരാത്രി, ഏകാദശി, പ്രതിഷ്ഠാദിനം എന്നിവയെല്ലാം മറ്റ് ആണ്ടുവിശേഷങ്ങളാണ്. നാട്ടുകാരും ഭക്തജനങ്ങളും അടങ്ങുന്ന കല്ലൂർത്തലൈ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം ദേവസ്വം ഭരണസമിതിയാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈവെണ്ണ, കളഭച്ചാർത്ത്, പാലഭിഷേകം, ത്രിമധുരം, വെണ്ണച്ചാർത്ത്, ഭഗവതിക്ക് കുങ്കുമാർച്ചന, മഞ്ഞൾ ചാർത്ത്, ഭഗവതി സേവ, ഗണപതിക്ക് കറുകമാല, ഗണപതി ഹോമം, ശാസ്താവിന് നീരാഞ്ജനം, ബാലമുരുകന് പാലഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, ഹനുമാൻ സ്വാമിക്ക് നാരങ്ങാമാല, അവൽ നിവേദ്യം, സർപ്പങ്ങൾക്ക് പൂജ, മഞ്ഞൾ ചാർത്ത്, പിന്നെ പാദപൂജ, ഉദയാസ്തമന പൂജ, ചുറ്റുവിളക്ക് എന്നിങ്ങനെ എല്ലാ ദേവീദേവന്മാർക്കും ഒത്തിരി വഴിപാടുകൾ ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പ്രശാന്ത സുന്ദരമായ ഗ്രാമാന്തരീക്ഷത്തിൽ മുളം കാടുകൾക്കരികെ പാറക്കെട്ടുകൾക്കിടയിൽ അവയാൽ സംരക്ഷിക്കപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അതീവ ദിവ്യമായ ഒരനുഭൂതിയാണ് പങ്കുവെച്ചത്. തൻ്റെ മനോഹരമായ വേണുഗാനത്താൽ പ്രപഞ്ചത്തിനെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്ന സച്ചിദാനന്ദ ബ്രഹ്മമായ പ്രാണനേക്കാൾ പ്രിയപ്പെട്ട പൊന്നുണ്ണി കണ്ണൻ പരിലസിക്കുന്ന പുണ്യഭൂമികളിലേക്ക് ഒട്ടും വിചാരിക്കാതെയാണ് പലപ്പോഴും എത്തിച്ചേരാറുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നറുവെണ്ണ പുരണ്ട ആ കുഞ്ഞിത്തൃക്കൈകളാൽ മാടി വിളിച്ചാൽ വൃക്ഷജാലങ്ങൾ ഉൾപ്പെടെ സർവപ്രപഞ്ചവും അവിടുത്തെ തൃക്കാൽക്കലേക്ക് ആകർഷിക്കപ്പെടുന്നു, എത്തിച്ചേരുന്നു എന്നതാണ് സത്യം. ഭഗവാൻ വിളിക്കണം എന്നു മാത്രം. കണ്ണനോടൊപ്പം ഭഗവതിയും ശാസ്താവും ഗണപതിയും സുബ്രഹ്മണ്യസ്വാമിയും ഹനുമാൻ സ്വാമിയും ഒക്കെ കുടികൊള്ളുന്ന ഈ കൊച്ചു ക്ഷേത്രം തീർച്ചയായും വന്നു കണ്ട് അനുഭവിക്കേണ്ട ഒരു പുണ്യഭൂമി തന്നെയാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരികയും ക്ഷേത്ര വിവരങ്ങൾ കൈമാറുകയും ചെയ്ത ക്ഷേത്രം സെക്രട്ടറിക്കും ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കൈമാറുവാൻ മനസ്സ് കാണിച്ചാൽ മാത്രമേ അത് പുറം ലോകത്തേക്ക് എത്തുകയുള്ളൂ. ആ ഒരു കാര്യത്തിൽ ഈ ക്ഷേത്രത്തിലുള്ളവർ തികച്ചും അഭിനന്ദനം അർഹിക്കുന്നു. ഇനിയും ഈ ക്ഷേത്രം കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുമുണ്ട്. ഇന്ന് ഉച്ചരിച്ച എല്ലാ വാക്കുകളും പൊന്നുണ്ണി കണ്ണൻ്റെയും ഇവിടെ കുടികൊള്ളുന്ന ഈശ്വരമൂർത്തികളുടെയും തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുന്നു. നാം ഏവരെയും ആ ഈശ്വരമൂർത്തികൾ കാത്ത് രക്ഷിക്കട്ടെ. പൂഞ്ചേല കൊണ്ടു വിരവോടു ഞെറിഞ്ഞൊടുത്തു കാഞ്ചീ കലാഭവുമണിഞ്ഞു യശോദമുമ്പിൽ അഞ്ചാതെ ലീലയൊടു പുഞ്ചിരി തൂകി മെല്ലെ ചാഞ്ചാടി നിന്ന
മുകിൽ വർണ്ണനെ ഞാൻ തൊഴുന്നേൻ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ശ്രീകൃഷ്ണ ശരണം. ഹരേ കൃഷ്ണ. ദേവീ ശരണം. അമ്മേ ശരണം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ.